എൻ്റെ കൂടെ നിഷാദുണ്ട്. നിഷാദ് ഇവിടെ വ്യാപാരിയായിരുന്നു. ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ടൗണിൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം യൂസ്ലെസ് ആയി. 54 ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്. ഇത് സർക്കാരിലേക്ക്, ഗവൺമെന്റിലേക്ക് ഇതൊക്കെ കൊടുത്താണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, കളക്ടർക്ക് പരാതി കൊടുത്ത്, ഇതൊക്കെ പുനരധിവാസം കഴിയട്ടെ എന്ന് പറഞ്ഞോടാ. ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. 1 വർഷമായി സർക്കാർ ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് അതിനകത്ത്? ഇതിന് നഷ്ടം തരിക, ബിൽഡിങ്ങിന്റെ നഷ്ടം തരിക. എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിന്റെ നഷ്ടം തരിക. ഒക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ ഇതിൽ ഗോസോണിൽ പെട്ട ബിൽഡിങ്ങുകളാണ്. കാര്യമായ തുക വരുന്നതാണോ? ഗവൺമെന്റിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ ചോദിക്കുക? സർക്കാരിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇതന്നെ ഉള്ളൂ. കുറെ 54 ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്. 54 ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും നഷ്ടമായി. എല്ലാവർക്കും നഷ്ടമായി. എല്ലാം ഈ ഇതിൽ ഗോസോണിൽ പെട്ടത്. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ വില്ലേജ് റോട്ടിലാണ് താമസിക്കുന്നത്. ഇഷ്യൂസ് ഒന്നും ഇല്ല. അല്ല, വീട്ടിന്റെ അവിടെ ഇഷ്യൂസ് ഇല്ല. പോണ വഴിക്ക് കുറച്ച് വീടുകളൊക്കെ ഇതാക്കി, വില്ലേജ് വരെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന ഇൻകം ഇതായിരുന്നു. ഇൻകം കച്ചവടവും പിന്നെ ബിൽഡിംഗ് ആയിരുന്നു, വാടകയായിരുന്നു. പൂർണ്ണമായിട്ട് ഇല്ലാതായി. കച്ചവടം ഇല്ല, വാടകയില്ല. ഞാൻ ബേക്കറി ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹോൾസെയിൽ കച്ചവടം തുടങ്ങിയിട്ടില്ല. ഒരു ഭീമ ഒരു 60 ലക്ഷം രൂപന്റെ കച്ചവടത്തിന്റെ ബേസിൽ ഒരു 60 ലക്ഷം രൂപ ഏക്കർ നഷ്ടം വരും. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ബാങ്ക്, അക്ഷയ അങ്ങനെ ബിൽഡിംഗ് വാടക കൊടുത്തിരുന്ന മാസം ഒരു 10-60 രൂപ അതിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന്റെ തീരുമാനമാകാൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം എന്തെങ്കിലും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. ഇത്ര ഒരു വലിയൊരു മുതൽ മുടക്കായതുകൊണ്ട് സർക്കാരിന്റെയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്നും ചെയ്യാൻ സാധ്യതയല്ല. ഇല്ല, ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യതയല്ല. ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ വൈദ്യുതി ഇല്ല. വൈദ്യുതി അപേക്ഷിച്ച് നമ്മൾ നോക്കിയപ്പോൾ ചൂരൽമല ടൗണിൽ വൈദ്യുതി ഇല്ല. ചൂരൽമല ടൗണിൽ വൈദ്യുതി ഇല്ല. വൈദ്യുതിക്ക് അപേക്ഷിച്ചൊന്നും വൈദ്യുതി കിട്ടൂല എന്നാണ് പറഞ്ഞത്. ആളുകൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. ആളുകൾ വരാതിരിക്കാൻ വേണ്ടി എന്നും പറയാം. കാരണം ഇവിടെ ഇത് പറ്റൂല എന്നാണ് പറയുന്നത്. ഈ ബിൽഡിംഗ് ഒന്നും പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ 1 വർഷം പിന്നീട് നമ്മൾ കാണുന്ന, അറിയുന്ന, പുതുതായി മനസ്സിലാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തെ, ഇപ്പോൾ അദ്ദേഹത്തിന് 1-2 കടമുറികൾ ഉണ്ടായിരുന്നു. അത് വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഇൻകം കൊണ്ട് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടായിരുന്നു. കച്ചവടവും ഇതെല്ലാം നഷ്ടമായി. അപ്പോൾ 1 വർഷം പിന്നിടുമ്പോൾ അവരെല്ലാവരും ആളുകളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിയുമ്പോൾ ഇപ്പോൾ വേറെ കുറേ ഇഷ്യൂസ് റൈസ് ചെയ്ത് വരുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് മുമ്പിൽ എന്തുമാത്രം പ്ലാൻ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം കെട്ടിടങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് സർക്കാർ കൊടുക്കാൻ പോകുന്ന നഷ്ടപരിഹാരം എന്താണ്? വ്യാപാരം നിലച്ചു പോയ മനുഷ്യർക്ക് സർക്കാർ കൊടുക്കാൻ പോകുന്ന പരിഹാരം എന്താണ്? ഞാനൊന്ന് മുന്നോട്ട് പോയിക്കോട്ടെ. എനിക്ക് ആ ചൂരൽമല ടൗണിൻ്റെ എന്താണ് സ്ഥിതി നമുക്കൊന്ന് നോക്കാം.